കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആധാരമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ യെരുശലേം. സാധാരണയായി നമുക്കധികം ലഭിക്കാതെ പോകുന്ന ക്ലാസ്സുകളിൽ ഒന്നാണ് പുതിയ യെരുശലേമിനെ കുറിച്ചുള്ളതായ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം ചിലരൊക്കെ എന്നെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിളിച്ചു. അവർക്ക് ലഭ്യമായ ക്ലാസ്സിനെ ഓർത്ത് പലരും സന്തോഷത്തോടെ ചില കാര്യങ്ങൾ പറയാനായിട്ടിടയായി. നിങ്ങൾക്ക് സൗജന്യമായി തരുന്നത് നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. നിങ്ങൾക്ക് സൗജന്യമായി തരുന്നത് നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. അത് എഴുതി കെട്ടി അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചേക്കരുത്. ആരോടെങ്കിലും പറയണം. ഒന്നും അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളോടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയിട്ട് കൂട്ടുകാരിയോടെങ്കിലും നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് അവരന്വേഷിക്കാൻ തുടങ്ങി, ഇതെന്താ ഇത്, എങ്ങനെ ഇത്. കാരണം പലരും വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെ കണ്ടിട്ടേ ഇല്ല. പലരും എല്ലാവരും സങ്കീർത്തനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പഠനം എന്തായാലും അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ യെരുശലേമിന്റെ വലിപ്പം സംബന്ധിച്ചാണ്. പുതിയ യെരുശലേമിന്റെ വലിപ്പം 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം. 13 മുതൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 21-13 മുതൽ. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. എന്നോട് സംസാരിച്ചു വന്ന നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പോന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക എന്ന് കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗര മതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരത്നം. 12 ഗോപുരവും 12 മുത്ത്. ഓരോ ഗോപുരവും ഓരോ മുത്ത് കൊണ്ടുള്ളത്. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിലെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരും ഇതുവരെയും ഇത്ര വലിപ്പമുള്ള ഒരു നഗരം പണിതിട്ടില്ല, ഇനിയൊട്ട് പണിയുകയുമില്ല. അതിന്റെ വീതി, നീളം, ഉയരം എന്നിവ
1200 നാഴിക വീതമാണ്. അഥവാ 2400 കിലോമീറ്റർ. ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏതാന്ന് പറയാമോ? ബുർജ് ഖലീഫയാണ്. 1 കിലോമീറ്ററാണ് അതിന്റെ ഉയരം. അപ്പൊ നിങ്ങൾ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് നോക്കുക. 2400 കിലോമീറ്റർ ഉയരമാണ് പുതിയ യെരുശലേമിന്റെ ഉയരം. 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടം തന്നെ നമ്മൾക്ക് നോക്കിയാൽ അതിന്റെ മുകളിൽ കയറിയവർ പറയുന്ന മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ ചെറിയ പൊട്ടുപോലെ കാണാമെന്നാണ്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, അത് ഉയരമാണ്, അത് ക്യൂബ് ആകൃതിയാണ്. നീളം, വീതി, ഉയരം എല്ലാം തുല്യമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9 നമുക്കത് കാണാം. അപ്പൊ ഇന്ന് വരെ ഉണ്ടാകാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാമന്ദിരം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തയ്യാറാക്കുന്നു. കർത്താവ് ഈ സൗധം ഒരുക്കാനാണ് പോയിരിക്കുന്നത്. താൻ വേഗം വരും. ഈ സൗധം തയ്യാറാക്കി നമ്മെ ചേർത്തുകൊള്ളും. ഈ പ്രയോഗം ആലങ്കാരികമാണെന്നോ സംശയാസ്പദമാണെന്നൊക്കെ പറയുന്നവർക്കാണ്. പക്ഷെ വേദപുസ്തകം നമ്മളോട് എന്ത് പറയുന്നുവോ അതുപോലെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ. സ്വന്തം ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ലയോ എന്നുള്ളതല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഭക്തനിലൂടെ രേഖപ്പെടുത്തി. അത് മനുഷ്യന്റെ കണ്ണിനും ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമാണ്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. ഒരു മനുഷ്യന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ കാര്യപരിപാടി. അതിനെക്കുറിച്ച് ഒരു ചെറിയ അളവ് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ രസാവഹമാണ് അതിനെക്കുറിച്ചുള്ള പഠനം. രസാവഹം തന്നെയല്ല, നമ്മുടെ പ്രത്യാശയെ ഒത്തിരി വർദ്ധിപ്പിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ വളരെ രസിപ്പിച്ച, വളരെ ചിന്തിപ്പിച്ച ഒരു കണക്കുണ്ട്. ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഏതാണ്ട് 2400 മൈലോളം നീളം, വീതി, ഉയരത്തിൽ ഉള്ള മനോഹരമായ ഒരു സൗധം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും അതിന്റെ ഉള്ളു മുഴുവൻ പൊള്ളയായിരിക്കാം. നമുക്ക് നമ്മുടെ ഈ മന്ദബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന അതൊരു നഗരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ നഗരമാണത്. നവ യെരുശലേം എന്ന നഗരമാണ്. നഗരമായതിനാൽ അതിൽ ജനവാസമുണ്ട്. ജനവാസത്തിന് ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. ഇന്നത്തേതുപോലെ ഉള്ള പാർപ്പിടങ്ങൾക്കൊത്തവണ്ണമുള്ള സംവിധാനം അവിടെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാം. കാരണം അവിടെ ആരേ ഉള്ളൂ? മഹത്വ ശരീരികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് കിടക്കാൻ പ്രത്യേകം ഇടം വേണ്ട, അവർക്ക് ടോയ്ലറ്റ് വേണ്ട, അവർക്ക് ബാത്റൂം വേണ്ട, അവർക്ക് ഹോട്ടല് വേണ്ട, അവർക്ക് കട്ടില് വേണ്ട, അവർക്ക് കിടക്ക വേണ്ട. അവര് എല്ലാം മഹത്വ ശരീരികളാണ്. സ്ഥലദൂര പ്രതിബന്ധമില്ലാത്ത വിശ്വാസികൾ അഥവാ മഹത്വ ശരീരികളാണ് അതിൽ ഉള്ളവരെല്ലാം. നമ്മുടെ ശരീരങ്ങൾ തിരസ്കരിക്കപ്പെട്ട് മഹത്വ ശരീരികളായിട്ടാണ് അവിടെ കഴിയുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് 3 പ്രത്യേക സംവിധാനങ്ങൾ, വ്യവസ്ഥിതികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇന്ന് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്.
ഏതാണ് ആ 3 സംവിധാനങ്ങൾ? ആ വ്യവസ്ഥിതികൾ എന്താണ്? 1 ദഹനക്രമം, 2 നാഡീവ്യൂഹം, 3 രക്തസംക്രമണം. ഈ 3 വ്യവസ്ഥിതികൾ, ഈ 3 സിസ്റ്റം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഡിവൈസ് ഓപ്പൺ ചെയ്തു വന്നത്. അല്ലെങ്കിൽ നമ്മൾ വരില്ല. ദഹനക്രമം, നാഡീവ്യൂഹം, രക്തസംക്രമണം, ഈ 3 സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നതെല്ലാം. അന്നത്തെ ജീവന്റെ നിലനിൽപ്പിന് ഇവയൊന്നും ആവശ്യമില്ലെന്ന്. ആകയാൽ ഭക്ഷണപാനങ്ങൾക്ക് വേണ്ടി ഇന്ന് സംഭരിക്കുന്ന പോലുള്ള ഗോഡൌൺസ് ആവശ്യമില്ല. ജലസേചന വിതരണ പദ്ധതികളുടെ ആവശ്യമില്ല. കക്കൂസുകളും ഡ്രെയിനേജുകളും കുളിമുറികളും ആശുപത്രികളും കിടക്കമുറികളും ആവശ്യമില്ല. അവയ്ക്കായി സ്ഥലം നഷ്ടപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. തന്നിമിത്തം എല്ലാം കൂടെ ഒരു തട്ടായി, ഒരു പൊള്ളയായി കിടന്നാലും കുഴപ്പമില്ല. സ്ഥലം ധാരാളം ഉണ്ടായിരിക്കുന്നതാണ്. ഈ 1200 നാഴിക വീതി നീളം ഉയരമുള്ള ഒരു സാധാരണ കെട്ടിടത്തിന്, അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ 121 കോടി 70,10,123 121 70 10 123 121 70 10 123 ഏക്കർ 97 സെന്റ് സ്ഥലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 1200 നാഴിക വീതി നീളം ഉയരമുള്ള ഈ കെട്ടിട സമുച്ചയം, നഗര സമുച്ചയത്തിന് നമ്മൾ അതിന്റെ കണക്കുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ശരിയാക്കി കൊണ്ടുവന്നാൽ 121 കോടി 70,20,123 ഏക്കറും 97 സെന്റ് സ്ഥലവും ഉണ്ടാകും. അടുത്ത കണക്ക് അതിനേക്കാൾ രസമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ദൈവസഭയുടെ അംഗസംഖ്യ 100 കോടി എന്ന് സങ്കല്പിക്കുക. 100 അല്ല, 10,000 അല്ല, 100 കോടി എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഒരാൾക്ക് 1.25 ഏക്കർ വീതം സ്ഥലം കിട്ടും. സ്വർഗത്തിൽ നമുക്ക് 1.25 ഏക്കർ സ്ഥലം വെച്ച് ഇത്രയും വിശ്വാസികൾ ഉള്ളൂ എങ്കിൽ, വിശ്വാസികളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് അവിടെ പരിഭവങ്ങൾക്കൊന്നും അവകാശമില്ല. അവിടെ സ്ഥലം അളക്കാനൊന്നും സർവേർ ഒന്നുമില്ല. ഇത് ഒരു ഭക്തന്റെ കാൽക്കുലേഷനാണ്. എന്തിനു വേണ്ടി? ഈ കണക്കുകളെല്ലാം കൃത്യമായി കൊള്ളണം നിർബന്ധമില്ല. ഒരു ഇമാജിനേഷനാണ്. 100 കോടി വിശ്വാസികളാണ് ഉള്ളതെങ്കിൽ, സ്ഥൂല ശരീരത്തോടു കൂടിയാണെങ്കിൽ 1.25 ഏക്കർ സ്ഥലം വെച്ച് ഒരാൾക്ക് കിട്ടും. 1.25 ഏക്കർ വീതം സ്ഥലം അവിടെ ലഭിക്കുവാൻ മതിയായ സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത്രയും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തുമാത്രം നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ അത്രമാത്രം വലിപ്പം നമ്മുടെ ഈ മസ്തിഷ്കത്തിനകത്ത്, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് ഒതുങ്ങാത്തതുപോലെയുള്ള വലിപ്പം, അത് നമ്മുടെ ആരുടെയും മനസ്സിൽ തോന്നിയിട്ടില്ലാത്തതുപോലെ ഒരു മന്ദിരം അവൻ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നു. വീതിയും അങ്ങനെ ഉണ്ടായിരിക്കും. വീതിയും നദിയും ആരാധനാ സ്ഥലവും മറ്റുമായി എല്ലാറ്റിനും എല്ലാ സംവിധാനങ്ങളും കാണും. പക്ഷെ ഇതെല്ലാം അഭൗമികമായിരിക്കും
എന്ന് മാത്രം. ദൈവം തന്റെ കൈകൊണ്ട് എഴുതിയ രേഖപ്രകാരം മാതൃക കൊടുത്ത് ശലോമോൻ പണി കഴിപ്പിച്ച ദൈവാലയം എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യും. ഞാൻ അടുത്ത സെന്റൻസ് പറയാം. ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണം. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യും. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് കൊടുക്കുമ്പോ എന്തൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കൊടുത്തു കഴിയുമ്പോൾ ചിലർ അടുത്ത് വരും. അടുത്ത് വന്നിട്ട് ചിലർ പറയും, സാറേ എൻ്റെ 3 മക്കളിലുണ്ട്, ആ 3 മക്കളിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉടനെ നമ്മൾ അവരോട് ചോദിക്കും മകൻ എന്താ ചെയ്യണേ? മകൻ ഇങ്ങനെ +2 പഠിക്കുകയാണ്, +2 പഠിക്കുകയാണ്, അവൻ പഠിത്തത്തിൽ ഇച്ചിരി പിറകോട്ടാണ്, എല്ലാ ക്ലാസ്സിലും ഒരേ വർഷം വീതം മാത്രമേ തോറ്റിട്ടുള്ളൂ, എന്നാലും അവനെ കുറിച്ചുള്ള ഞങ്ങളുടെ വലിയ ആഗ്രഹം അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടണം എന്നാണ്. അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവസാനം പറയും, അവന് ഒരു കാലിനൊരു അല്പം വൈകല്യം, കർത്താവ് കൃപ ചെയ്ത് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്താൽ ഓടി നടന്ന് കർത്താവിന്റെ വേല അവൻ ചെയ്യും. മൂത്തത് 2 ആൺമക്കളാ, അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വൈകല്യങ്ങളൊന്നുമില്ല. അപ്പൊ തമ്പുരാൻ എന്ത് ചെയ്തോളണം? തമ്പുരാന് വേലയ്ക്ക് ഒരാളെ കിട്ടണമെങ്കിൽ ഇവന് മണ്ട കൊടുക്കണം, ബുദ്ധി കൊടുക്കണം, ഇവന്റെ അംഗവൈകല്യം മാറ്റണം, ഉള്ള പാച്ച് വർക്കുകളെല്ലാം നടത്തി പഞ്ചറെല്ലാം ഒട്ടിച്ചെടുത്ത് കർത്താവ് ഉപയോഗിക്കണം. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ളതിന് കൊടുത്താലും കർത്താവ് 2 കൈ നീട്ടി വാങ്ങിക്കും. നല്ലതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല. പക്ഷെ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് പറയണതോ, കർത്താവെ നീ ഏറ്റവും നല്ലത് എനിക്ക് തന്നെ, എൻ്റെ മകന് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നീ എനിക്ക് തരണം, എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, എല്ലാം നല്ലത് മതി, നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം വേണം, നല്ല വീട് തരണം, നല്ല വണ്ടി, എല്ലാം നല്ലത് മതി. പക്ഷെ നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോഴോ, നമുക്ക് വേണ്ടി നല്ലത് കരുതുന്ന ദൈവത്തിന്, നല്ലത് തരുന്ന ദൈവത്തിന്, നല്ല പ്രവൃത്തി നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യണം. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഈ നാളിൽ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള, കേറിക്കൂടിയിട്ടുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ ഇന്നും നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കർത്താവിന് വേണ്ടി ഏറ്റവും ക്രീമായിട്ടുള്ളത്, അവൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയെങ്കിലും, അത്രയൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും പരമാവധി അവന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കണം, അവന്റെ ഇഷ്ടം ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹം കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി ദൈവമക്കളെ. കാരണം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്ന, ഏറ്റവും നന്നായി ചെയ്യുന്ന, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആ നല്ലവനായ കർത്താവിന് നമുക്ക് ഏറ്റവും നല്ലത് കരുതാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകം 9:6 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ആകാശത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ആകാശത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇവിടുത്തെ വാക്കുകൾ നാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സ്വർഗങ്ങൾ
എന്നതിന് ഉപയോഗിക്കുന്ന എബ്രായ പദം ഷാമയീം എന്നാണ്. ഷാ ഷാ മയീം, ഷാമയീം എന്ന എബ്രായ വാക്കിനെയാണ് ഇവിടെ ആകാശം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അവൻ ആകാശത്തിൽ എന്ന് പറയുന്ന ആകാശം എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള എബ്രായ പദം ഷാമയീം എന്ന എബ്രായ പദമാണ്. മാളിക മുറികൾ എന്നതിന് മാല, മാല എന്നല്ല, മാ ദീർഘം, പിന്നെ ആന എന്നുള്ളതിന്റെ ല ദീർഘം, മാല. ഇംഗ്ലീഷിൽ അതിന്റെ സ്പെല്ലിംഗ് ഞാൻ വേണമെങ്കിൽ പറയാം. MALAH എന്ന എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ 45 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം വരുമ്പോൾ പടിക്കെട്ടുകൾ എന്നാണ് ഇതിന്റെ പ്രധാന അർത്ഥം. പടിക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അടുക്കടുക്കായി പണിയുന്ന പണിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ വാക്ക്, മാല എന്ന വാക്ക്. ഇംഗ്ലീഷിൽ സ്റ്റോറീസ്, STORIES, നിലകൾ എന്ന് തർജ്ജമ അതിനെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാളികമുറി എന്നുള്ളതും സ്റ്റോറീസ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് തട്ടുതട്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. തന്നിമിത്തം ഈ പുതിയ യെരുശലേം തട്ടുതട്ടായിട്ട് പണിയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. കമാനം എന്നതിന് ഇംഗ്ലീഷിൽ ട്രൂപ്പ് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം പട്ടാളം, ആൾക്കൂട്ടം എന്നൊക്കെയാണ്. TROOP. അവൻ ആകാശത്തിൽ തന്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തന്റെ കമാനത്തിന്, ഭൂമിയിൽ തന്റെ ട്രൂപ്പിന്, ഭൂമിയിൽ തന്റെ ആൾക്കൂട്ടത്തിന്, ഭൂമിയിൽ തന്റെ പട്ടാളത്തിന് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത്. സഭയാകുന്ന ജനസംഘത്തിനായി കർത്താവ് മാളിക മുറികളായി നിലകൾ പണിയുന്നു. അതിനുള്ള മൂല അർത്ഥം അഗുത്ത, അദ്ദേഹം എന്നുള്ള എന്റെ അഗുത്ത. സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. AGGUDDAH, അഗുത്ത എന്നാണ്. അതിനെ യെശയ്യാവ് 58:6 അമിക്കയർ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിലെ കെട്ടിനെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ്. ആ അമിക്കയർ അതിനെ അഴിക്കുക. അത് 2 ശമൂവേൽ 2:25, പിന്നെ പുറപ്പാട് 12:22 ഇവിടെ എല്ലാം ഒരു കെട്ട്, ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എന്നെല്ലാം അർത്ഥം വരുന്ന രീതിയിലാണത് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ശമൂവേൽ 2:25
ഒരു കൂട്ടമായി കൂടി എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈസോപ്പ് ജഡത്തിന്റെ ഒരു കെട്ട് എന്നുള്ളിടത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കർത്താവിന്റെ മണവാട്ടി സഭ ഒരു കൂട്ടവും ഒരു കെട്ടും അഥവാ ഒന്നിച്ചുള്ള ഒരു സംഘവും എന്ന അർത്ഥത്തിലൊക്കെയാണ് എന്ന് വിവക്ഷിക്കപ്പെടുന്നു. മറ്റൊന്ന് നമ്മൾ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത് വെളിപ്പാട് 21:3 പുതിയ യെരൂശലേമിന് ദൈവത്തിന്റെ കൂടാരം എന്ന് നാം വായിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നമ്മുടെ കണക്കിൻ പ്രകാരം ബ്രഹ്മാണ്ഡമായ എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു പണിയാണ് ഇത്. എന്നാൽ വലിയവനായ ദൈവത്തിന് അത് ഒരു കൂടാരമാണ്. നമ്മൾ കൂടാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ വലിപ്പം നമ്മുടെ മനസ്സിലുണ്ട്, അത് ഇത്രയേ ഉള്ളൂ. അതിന്റെ പണി ഏകദേശം ഇങ്ങനെയാണ്, കൂടാരം അടിച്ചു എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ ഇത്രമാത്രം വലിയ ഒരു 1200 നാഴിക വീതി, നീളം, ഉയരമുള്ള ഈ മഹാനഗരത്തെ ദൈവത്തിന് അത് കേവലം ഒരു കൂടാരമാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇപ്പോ നമുക്കറിയാം സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിന് 2 മുറികളുണ്ട്. ഒന്ന് അതിവിശുദ്ധ സ്ഥലം, മറ്റൊന്ന് വിശുദ്ധ സ്ഥലം. ഒരു കൂടാരമാണെങ്കിലും അതിനെന്തുണ്ട്? അതിന് തട്ടുകൾ അല്ലെങ്കിൽ അതിനെ തിരശ്ശീലകളാൽ അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോ ദൈവത്തിന്റെ കൂടാരത്തെയും ഇതുപോലെ നമ്മൾക്കായി തരം തിരിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9:1 മുതൽ 9 വരെയുള്ള എബ്രായർ 9:1 മുതൽ 9 വരെ 9:1 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ഒരു കൂടാരം ചമച്ചു എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തെ കുറിച്ച് രണ്ടാം ഭാഗത്തെ കുറിച്ചും, ആദ്യ ഭാഗമാണ് അതിവിശുദ്ധ സ്ഥലം, അതിന്റെ മുൻകൂടാരമാണ് വിശുദ്ധ സ്ഥലം. പരിശുദ്ധ സ്ഥലത്തിന്റെ മുൻകൂടാരമാണ് വിശുദ്ധ സ്ഥലം അഥവാ മുൻകൂടാരം. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന് ഇത്രയും വലിയ നമ്മൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന, അത് ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നമ്മൾക്ക് വലുതാണെങ്കിലും ദൈവത്തിന് അതെല്ലാം സാധാരണ പ്രവൃത്തിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കാറുണ്ടോ? ദൈവം ഒരത്ഭുതവും പ്രവർത്തിക്കാറില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നമുക്കെന്താണ്? നമുക്ക് അത്ഭുതങ്ങളാണ്. ദൈവം ഒരത്ഭുതങ്ങളും പ്രവർത്തിക്കാറില്ല. ദൈവം തന്റെ പ്രവൃത്തി അവൻ മഹാനാകയാൽ അവന്റെ പ്രവൃത്തികൾ മഹത്താണ്, അവൻ വലിയവനാകയാൽ അവന്റെ പ്രവൃത്തികൾ വലുതാണ്. ഇങ്ങനെ അതെല്ലാം വലുതും മഹത്വമുള്ളതുമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:9 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും. നിത്യകൂടാരങ്ങളിൽ. മലയാളത്തിൽ ഇന്ത്യയിൽ ധനത്തിന്റെ ദേവതയെ ലക്ഷ്മി എന്നും വിദ്യാഭ്യാസ ദേവതയെ സരസ്വതി എന്നും മറ്റും ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ധനത്തിന്റെ ദേവനാണ്
മാമോൻ. മാമോൻ മാമോൻ എന്ന് പറയുന്നത് ധനദേവന്റെ പേരാണ് മാമോൻ. നമ്മൾ ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ ഓരോരോ കാര്യത്തിനായി ഓരോരോ ദേവന്മാരുടെ പേര് പറയുന്നത് പോലെ ധനത്തിന്റെ ദേവനാണ് മാമോൻ എന്ന് ആ കാലത്ത് അവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നു. അത് നിമിത്തം ധനത്തിന്റെ പര്യായമായി മാമോൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവി എന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവി. ചിലർക്ക് ധനമുണ്ട്, ആ ധനം കൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിൽ കോടികൾ ഉടമസ്ഥനില്ലാത്ത തുക കിടപ്പുണ്ട്. നോമിനി ഇല്ല. എന്ത് പ്രയോജനം? ജീവിച്ചിരുന്ന കാലത്ത് സുവിശേഷ വേലയ്ക്ക് 10 കാശ്, പാവങ്ക് 10 കാശ് എല്ലാം പിടിച്ചു വെച്ചു. പോകാൻ നേരത്തെല്ലാം കൊണ്ടാൻ പറ്റുമോ? ദൈവമക്കളെ, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അവിടെ പറയുന്നു, അതില്ലാത്ത കാലം വരുമ്പോൾ, ധനമില്ലാത്ത കാലം വരുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് യെരൂശലേമിന്റെ വൻമതിലും 12 ഗോപുരങ്ങളുമാണ്. യെരൂശലേമിന്റെ വൻമതിലും 12 ഗോപുരങ്ങളും. 21-ാം അധ്യായം, വെളിപ്പാട് 21-ന്റെ 12 മുതൽ 15-17 വരെ. തിന്മയുടെ ശക്തിയെല്ലാം നിർമാർജനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാൽ ശരിക്കും ഇവിടെ ഈ മതിലിന് വലിയ പ്രസക്തിയില്ല. നഗര സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഈ മതിൽ കെട്ടുന്നത്, അല്ലെങ്കിൽ ഈ മതിൽ അതിനുള്ളതല്ല. നഗരത്തിന്റെ മഹത്വത്തെ പ്രകടമാക്കുന്നതിനാണ് ഈ നഗരമതിൽ. 12 ഗോപുരം എന്തിനാണ് നഗരമതിൽ? ആ നഗരത്തിന്റെ പ്രതാപത്തെ എടുത്ത് കാണിക്കാനാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് മിഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ പോണ വഴിക്ക് ഒരു മലയുടെ മണ്ടയിൽ ഒരു വീടുണ്ട്. വലിയ പ്രസക്തമായ സ്ഥലമല്ല അത്. പക്ഷെ ആ വീടിന്റെ മതിൽ കണ്ടാൽ ആരും ചോദിക്കും, മതിൽ ഇത്രയും ഗംഭീരമാണെങ്കിൽ മതിലിനകത്തുള്ള വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു ഭയങ്കര മതിലാണ്. നമുക്കധികമൊന്നും കാണാൻ കഴിയാത്തതുപോലെ അതിന് ഒരു ദിവസം വിസിറ്റേഴ്സിന് ആ മതിൽ തുറന്നു, ആ ഗേറ്റ് തുറന്നു കൊടുത്തു വീട് കാണാനായിട്ട്. ഒത്തിരി ആളുകൾ പോയി കണ്ടു. അത്ര ധനവാനാണ് ഞങ്ങളുടെ ഈ കൊച്ചു പഞ്ചായത്ത്. ഞാൻ പറഞ്ഞത്, മതിൽ അതിനകത്തുള്ള മന്ദിരത്തിന്റെ പ്രതാപത്തെ കാണിക്കുന്നതാണ്. ഇന്നത്തെ മതിലുകളൊക്കെ സംരക്ഷണത്തിനാണെങ്കിൽ അന്ന് നവയെരുശലേമിന്റെ മതിൽ എന്ന് പറയുന്നത് സംരക്ഷണത്തിനല്ല, മഹത്വത്തെ പ്രകടമാക്കുന്നതിനാണ്. 12 ഗോപുരം എന്നത് 12 പ്രവേശന മാർഗത്തെയാണ് കാണിക്കുന്നത്. 12 ദൂതന്മാർ അവർ ശുശ്രൂഷയ്ക്കുള്ളവരാണ്. ഗോപുരവാതിൽക്കൽ ശുശ്രൂഷയ്ക്കുണ്ടാകും. 12 ഗോപുരങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഗോപുരങ്ങളിൽ 12 ഗോപുരങ്ങൾ, ആ ഗോപുരങ്ങളിൽ
12 പേരുടെ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിനും ഈ നഗരത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോപുരങ്ങളിൽ ആരാണ്? ഇസ്രായേലാണ്. നഗരമതിലിലുള്ള 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്. നഗരമതിലിനുള്ള 12 അടിസ്ഥാനങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ കുത്തിയിട്ടുണ്ട്. നഗരമതിലിന്റെ ഉയരം എന്ന് പറയുന്നത് 144 മുഴം അഥവാ 65 മീറ്റർ. 12 എന്ന സംഖ്യ ദൈവിക ഭരണത്തിന്റെ സംഖ്യയാണ്. ന്യൂമറോളജി അനുസരിച്ച് 12 എന്ന് പറയുന്ന സംഖ്യ ദൈവിക ഭരണത്തിന്റെ സംഖ്യയാണ്. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മതിൽ പണിതിരിക്കുന്നത് എന്ന് സാരം. മതിൽ പൊതുവെ കാണിക്കുന്നത് എന്തിനെയാണ്? വേർതിരിവിനെയാണ്, വേർപാടിനെയാണ് കാണിക്കുന്നത്. ദൈവിക ഭരണക്രമവും പ്രമാണങ്ങളും ആണ് ദൈവിക മതിലിന്റെ അടിസ്ഥാനം. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 89 സങ്കീർത്തനം 14 വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഈ ബന്ധത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ദൈവിക ഭരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് കൃപയുടെ പ്രമാണമാണ്. ദൈവിക ഭരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ദൈവകൃപയുടെ പ്രമാണമാണ്. ചുരുക്കത്തിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും നഗരത്തിൽ കടക്കാൻ കഴിയില്ല. നവ യെരുശലേമിലേക്കുള്ള പ്രവേശനം സാധ്യമാകാൻ നീതിയും ന്യായവും ദൈവിക പ്രമാണവും കൃപയുടെ പ്രമാണവും അനുസരിച്ച് മാത്രമേ ഈ നഗരമതിലിനകത്ത് കടക്കാനായിട്ട് സാധിക്കൂ. അടുത്ത ഹെഡിങ് 12 അടിസ്ഥാനങ്ങൾ. 21:19 മുതൽ 20 വരെ നവ യെരുശലേമിന്റെ 12 അടിസ്ഥാനങ്ങൾ. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. 12 അടിസ്ഥാനങ്ങൾ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ കൂടിവരവിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കടന്നു വന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ആവശ്യമായ ദൈവകൃപ നീ പകരണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചുകൂടി നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ നഗരത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അറിഞ്ഞു. അതിനകത്ത് പ്രവേശിപ്പാൻ ദൈവിക നീതിയും കൃപയുടെ പ്രമാണവും ഒഴിവാക്കാൻ കഴിയാത്തതാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ നീ ഒരു ദിവസം വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങളെ നീ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.